അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിന്ന് നിൽക്കുന്നത് തിരുച്ചെന്തൂർ മുരുകക്ഷേത്രത്തിലാണ്. തമിഴ്നാട്ടിലെ ഏറ്റവും പ്രസിദ്ധമായ ആറുപട വീടുകളിൽ ഒന്നായ തിരുച്ചെന്തൂർ മുരുകക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലെ തിരുച്ചെന്തൂർ എന്ന് പറയുന്ന ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രധാന ദേവൻ കാർത്തികേയൻ അഥവാ സുബ്രഹ്മണ്യ സ്വാമിയാണ്. മറ്റുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിൽ നിന്ന് ഈ ഒരു ക്ഷേത്രത്തിന് വലിയൊരു വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് പഴനി, മരുതമല എന്നിങ്ങനെയുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളെല്ലാം തന്നെ കുന്നിന് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ സമുദ്രതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഏക മുരുകക്ഷേത്രം എന്ന പേര് ഈ ഒരു ക്ഷേത്രത്തിന് മാത്രമാണുള്ളത്. അതും മൂലബിംബ പ്രതിഷ്ഠ സമുദ്രത്തോട് ചേർന്ന് സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന രീതിയിൽ വിസ്മയകരമായ രീതിയിലാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ ആർക്കിടെക്ചർ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ വെച്ചാണ് മുരുക ഭഗവാൻ ശൂരപത്മനെ നിഗ്രഹിച്ചതെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ശൂരപത്മനെ നിഗ്രഹിച്ച ഈ ദിവസത്തെ ഓർമ്മപ്പെടുത്തുന്ന ദിവസമാണ് സ്കന്ദഷഷ്ഠി എന്നത്. തമിഴ്നാടിന്റെ ഏറ്റവും വലിയ ഉത്സവങ്ങളിലൊന്നാണ് സ്കന്ദഷഷ്ഠി എന്നുള്ളത്. അതായത് 5 ലക്ഷത്തിലധികം ആളുകൾ അന്നേ ദിവസം ഈ ഒരു ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. ശൂരപത്മ നിഗ്രഹത്തിന് ശേഷം വിശ്രമിക്കാനായി ഈ തിരുച്ചെണ്ടൂർ കടൽക്കരയിലെത്തിയ ഭഗവാൻ മുരുകന് ദേവശില്പിയായ മയൻ ഒരു ക്ഷേത്രം പണിതു എന്നാണ് വിശ്വാസം. അതാണ് തിരുച്ചെണ്ടൂർ ക്ഷേത്രം. എന്നാൽ ഭഗവാന് ഒരു സന്ദേഹം. ശാന്തസുന്ദരമായ ഒരു സ്ഥലമാണ് ഭഗവാന് വേണ്ടത്. ഈ കടൽക്കരയിൽ എങ്ങനെ സാധ്യമാകാൻ? എന്നാൽ ഉടൻ തന്നെ സമുദ്രദേവനായ വരുണൻ പ്രത്യക്ഷപ്പെടുകയും തന്റെ ഒരു തിരയുടെ ഇരമ്പം പോലും ഭഗവാന് ശല്യമാകില്ല എന്ന് വാക്കുകൊടുക്കുകയും ചെയ്തു. തിരുച്ചെണ്ടൂർ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ സമുദ്രത്തിന്റെ ഇരമ്പൽ നമുക്ക് കേൾക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. 2004 സുനാമി വന്നപ്പോൾ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഭാഗങ്ങളെല്ലാം തന്നെ വെള്ളത്തിനടിയിലായി. എന്നാൽ ക്ഷേത്രമുറ്റത്തേക്ക് ഒരു തിര പോലും കടന്നു വന്നില്ല. അങ്ങനെ ഈ കലിയുഗത്തിലും സമുദ്രദേവൻ മുരുക ഭഗവാന് കൊടുത്ത് വാക്ക് പാലിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.